നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെ രണ്ടാം ദിനത്തിലും പ്രതിഷേധം ശക്തം. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. വീട്ടമ്മയുടെ ലൈംഗികാതിക്രമ പരാതി. CPM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയായ സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. 3.39 ഗ്രാം MDMA കടത്താൻ ശ്രമിച്ച 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. അനന്തപുരത്തെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം. ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിർമ്മിച്ച 2 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ബാങ്കോട് വാർഡ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. യഹ്യ തളങ്കര ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെ രണ്ടാം ദിനത്തിലും പ്രതിഷേധം ശക്തം. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ദേശീയപാതയിലെ കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിനെതിരെ AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. അന്യായമായ കുമ്പള ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. ടോൾ ബൂത്തിനടുത്ത് പ്രത്യേകം പന്തലൊരുക്കിയാണ് സമരം. മുഴുവൻ സമയവും AKM അഷ്റഫ് MLA സമരത്തിൽ പങ്കെടുക്കും. സമരസമിതി ഭാരവാഹികളും പ്രവർത്തകരും റിലേയായി സമരത്തിൽ സംബന്ധിക്കും. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു. കുമ്പള ടോൾ പ്ലാസക്കെതിരെ MLA ഇന്ന് സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഈ സമരം ഇന്ന് തുടങ്ങിയതല്ല. MLA ഇവിടെ ഒരു നീണ്ട പോരാട്ടമാണ് ഇത്. അപ്പോൾ അസംബ്ലിക്ക് അകത്തും പുറത്തും ഈ മഞ്ചേശ്വരത്തിൻ്റെ MLA എന്ന നിലയിൽ AKM അഷ്റഫ് ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ജില്ലയിലെ തന്നെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. BJP ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ 2 MLAമാരുടെയും ശ്രമത്തിൻ്റെ ഫലമായി ചില സ്ഥലങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജ് കിട്ടുമെന്ന് വന്നപ്പോൾ BJP എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ശ്രമഫലമായിട്ട് കിട്ടിയതെന്നാണ്. അങ്ങനെയെങ്കിൽ അവർ ശ്രമിച്ചാൽ എളുപ്പം സാധിക്കുമെങ്കിൽ ഇതിനെതിരെ എന്തിനാ അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു? ഇതല്ലേ ഇതിപ്പോൾ MLA ഇവിടെ ഇരിക്കുന്നത്, സത്യാഗ്രഹം ഇരിക്കുന്നത് MLAക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ MLAയുടെ പാർട്ടിക്ക് വേണ്ടിയല്ല, ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എങ്കിൽ ഈ സമരത്തെ തീർച്ചയായും അവർ പിന്തുണക്കണം. അത് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ അവർ ജനങ്ങളോടൊപ്പമല്ല. ഇപ്പോൾ MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്ത അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കിട്ടി. അതിനേക്കാളും വലിയ തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ജനങ്ങൾ അവരെ തിരസ്കരിക്കും. ദേശീയപാതയിൽ 2 ടോൾ പ്ലാസകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം 60 കിലോമീറ്റർ ആയിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ കുമ്പളയിലെയും തലപ്പാടിയിലെയും ടോൾ ബൂത്തുകൾ തമ്മിൽ 22 കിലോമീറ്റർ ദൂരമേയുള്ളൂ. ഇത് അന്യായമാണെന്നും അനധികൃത പിരിവ് അവസാനിപ്പിക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട്. ആരിക്കാടി കുമ്പളയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അന്യായമായി സ്ഥാപിക്കുന്ന ടോളിനെതിരെ മാസങ്ങളായി സമരമുഖത്താണ്, കോടതിയിലുമാണ്. കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ധിക്കാരപരമായി ജനങ്ങളിൽ നിന്ന് ടോള് പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്നലെ ഞങ്ങൾ ശക്തമായ സമരം നടത്തി. പോലീസ് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ നീക്കി. ഇന്നിപ്പോൾ അനിശ്ചിത കാലത്തേക്ക് ഈ മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയ്ക്ക്, ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും ഈ ടോൾ ബൂത്ത് അനുവദിക്കരുത്, ടോള് പിരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MLA NA നെല്ലിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഞങ്ങളൊരു ഭാഗത്ത് കോടതിയിലും ജനകീയ കോടതിയിലും ഈ വിഷയത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്.
ടോൾ പിരിവിനെതിരെ ആദ്യദിനം നടത്തിയ സമരത്തിൽ KL14 രജിസ്ട്രേഷൻ വാഹനങ്ങളെ ടോളിൽ നിന്നും ഒഴിവാക്കാമെന്നും ലോക്കൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കാമെന്നും NH അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം സ്വീകാര്യമല്ലെന്നും മുഴുവൻ വാഹനങ്ങളെയും കോടതി വിധി വരുന്നതുവരെ ടോളിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഏകദേശം 6 മാസത്തോളമായി ഈ ടോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരവുമായി മഞ്ചേശ്വരം MLAയുടെ നേതൃത്വത്തിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു മുന്നറിയിപ്പില്ലാത്ത ടോൾ ഇവിടെ തുറന്ന് ഒരു വലിയ പ്രക്ഷോഭം ഇന്നലെ ഉണ്ടായി. നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 11 മാസത്തിൽ നവംബർ മാസം 14-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കെ NHയുടെ വക്കീലന്മാരോട് ഇതിന് നിങ്ങൾക്ക് ടോൾ പിരിക്കാനുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി, അത് മറ്റൊരു വശം, ടോൾ പിരിക്കാനുള്ള അനുമതിയുണ്ടോ എന്ന് ചോദിച്ചതിന് ഇതുവരെയായിട്ടും അവരതിനുള്ള മറുപടി നൽകാതെയാണ്. ഇത് ഒരുപക്ഷെ ഇതൊരു കോടതി അലക്ഷ്യം കൂടിയാണ്. ഒരു ഹൈക്കോടതിയിൽ കേസ് നിലവിലിരിക്കെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ടോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭവുമായി ടോൾ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ MLAയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ഇവിടെ ഒരു വലിയ സമര പോരാട്ടവുമായിട്ടാണ്. ഇതിനുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. എങ്ങനെയാണ്, എത്ര വാഹനങ്ങൾ ഇത് നമ്മുടെ പ്രാദേശികമായി ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഇല്ല, അങ്ങനെ അവർ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് KL14 ഒഴിവാക്കാം, KL16 ഒഴിവാക്കി തരാം, നമുക്കൊന്ന് സിറ്റിംഗ് ആയിക്കൂടെ, അതല്ലെങ്കിൽ ഇപ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ അതിലേക്കൊന്നും ഒരു സിറ്റിംഗ് ആക്കാനോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അധികാരികളായിട്ട് ഞങ്ങൾ പോയിട്ട്, ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് ഇവിടെ ഒരു തലപ്പാടിയിലൊരു ടോൾ കഴിഞ്ഞ് 22 കിലോമീറ്ററിന് ഇപ്പുറം കുമ്പളിൽ ഒരു ടോൾ സ്ഥാപിക്കുന്നത് ജനദ്രോഹ നടപടിയാണ്. അതിനെതിരെയുള്ള ഒരു സമരവുമായിട്ടാണ് MLAയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോൾ പിരിവ് പിൻവലിക്കുന്നതുവരെ സമരം ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വീട്ടമ്മയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ CPM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയായ സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി 3-അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് കാസർഗോഡ് വനിതാ പോലീസ് സുധാകരനെതിരെ കേസെടുത്തത്. 48-കാരിയായ വീട്ടമ്മയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ CPM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയും നിലവിൽ എൻമകജെ പഞ്ചായത്ത് അംഗവുമായ ഇച്ചിലമ്പാടി സ്കൂൾ അധ്യാപകൻ S. സുധാകരനെതിരെ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തു. പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി 3-അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തത്. പാർട്ടി പ്രവർത്തകയും ഭർതൃമതിയുമായ 48-കാരിയായ വീട്ടമ്മയാണ് ലൈംഗികാതിക്രമ പരാതിയുമായി സുധാകരനെതിരെ രംഗത്തെത്തിയത്. ക്ലിപ്പിംഗ് ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഇവർ പരാതി നൽകിയത്. വർഷങ്ങളായി ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പരാതിയിൽ പറയുന്നു. തന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും ഇയാൾ ഭീഷണിപ്പെടുത്തി വരികയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവം വലിയ വിവാദത്തിന് തന്നെ തിരികൊളുത്തിയ പശ്ചാത്തലത്തിൽ പരാതിയിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പിന്നാലെയാണിപ്പോൾ കാസർഗോഡ് വനിതാ പോലീസ് സുധാകരനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 3.39 ഗ്രാം MDMA കടത്താൻ ശ്രമിച്ച 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊസോട്ട് സത്യടുക്ക ബഡാജെ ഹിന്ദുസ്ഥാൻ ഗ്രൗണ്ടിന് സമീപം നടന്ന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് 6:15ഓടെയായിരുന്നു 3.39 ഗ്രാം MDMAയുമായി 3 പേർ പോലീസ് പിടിയിലായത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊസോട്ട് സത്യടുക്ക ബഡാജെ ഹിന്ദുസ്ഥാൻ ഗ്രൗണ്ടിന് സമീപം നടന്ന പരിശോധനയിൽ അൻസാർ IB, സിറാജുദ്ദീൻ, അഹമ്മദ് സൈഫുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. KL14 AD 9865 നമ്പർ ഓട്ടോറിക്ഷയുടെ പിറകിലെ സീറ്റിൽ വിൽപ്പനയ്ക്കും സ്വകാര്യ ഉപയോഗത്തിനുമായി നിയമവിരുദ്ധമായി സൂക്ഷിച്ചിരുന്ന 3.39 ഗ്രാം MDMAയാണ് പോലീസ് കണ്ടെത്തിയത്. MDMAയ്ക്കൊപ്പം ഓട്ടോറിക്ഷ കൂടാതെ 3 മൊബൈൽ ഫോണുകൾ, 2 ഗ്ലാസ് ട്യൂബുകൾ, 1 ലൈറ്റർ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു.
സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരു പ്രതി ഉപയോഗിച്ച KL14T6667 നമ്പർ ബുള്ളറ്റ് മോട്ടോർസൈക്കിളും കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ NDPS ആക്ട് 1985 22B29 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണം ആരംഭിച്ചത്. കേസിന്റെ അന്വേഷണം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രന് കൈമാറി. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റെഡ് ഫോർട്ട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാലയിലെ മിക്സിംഗ് യൂണിറ്റ് ഷെഡ് പൂർണ്ണമായും തകരുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റെഡ് ഫോർട്ട് പടക്ക നിർമ്മാണശാലയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് വൻ സ്ഫോടനമുണ്ടായത്. പുറത്ത് കൂട്ടിയിട്ട മാലിന്യത്തിൽ നിന്നും തീ പടർന്നതാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് കരുതുന്നു. അപകടം നടന്ന ഒരു ഷെഡിലും പ്രാഥമിക അഗ്നിരക്ഷാ ഉപകരണമായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ അഗ്നിരക്ഷാ വകുപ്പിന്റെ NOC ഇല്ലാതെയാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എത്രത്തോളം വെടിമരുന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല. പടക്ക നിർമ്മാണശാലയിലെ മിക്സിംഗ് യൂണിറ്റ് ഷെഡ് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുകയും അപകടത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോലിയിലേർപ്പെട്ടിരുന്ന ശിവകാശി സ്വദേശികളായ ശങ്കർ, കറുപ്പസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്ഫോടനമുണ്ടായ ഉടൻ ഇവർ പുറത്തേക്ക് ചാടിയതിനാൽ പരിക്ക് ഗുരുതരമല്ല. ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, ഉപ്പള നിലയങ്ങളിൽ നിന്നെത്തിയ 4 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത്. മിക്സിംഗ് യൂണിറ്റ്, അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ കേന്ദ്രം, ഫിനിഷിംഗ് ഷെഡ് തുടങ്ങി 25ഓളം ഷെഡുകളാണ് ഈ നിർമ്മാണശാലയിലുള്ളത്. സ്ഫോടനത്തിൽ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിർമ്മിച്ച 2 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് നിർമ്മിച്ച ചെങ്കള പഞ്ചായത്തിലെ പുണ്ടൂർ രക്തേശ്വരി കാവ് റോഡിന്റെയും പൈക്ക ബാലടുക്ക കൊയർകൊച്ചി ചെന്നെടുക്ക റോഡിന്റെയും ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുള്ള കുഞ്ഞിച്ചെർക്കള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉഷ അർജുനൻ, ബ്ലോക്ക് മെമ്പർ CV ജെയിംസ്, ചെങ്കള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ E. ശാന്തകുമാരി, മെമ്പർമാരായ P. ശൈലജ, ഇബ്രാഹിം കൊയർകൊച്ചി, മുൻ മെമ്പർമാരായ CH വിജയൻ, മൊയ്തീൻ കുഞ്ഞി പൈക്ക, BA അബ്ദുൾ റസാഖ്, KR മണിചന്ദ്രകുമാരി, B. ചിത്രകുമാരി, പൊതുപ്രവർത്തകരായ ഷാഫി ചൂരിപ്പള്ളം, B. രാധാകൃഷ്ണ നായക്, P. ഗിരിധരൻ, രഞ്ജിത്ത് മാളങ്കൈ, M. സുന്ദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നിപ്പിന്റെയും വേർതിരിക്കലിന്റെയും മാറിയ കാലഘട്ടത്തിൽ തങ്ങളെ വേർതിരിക്കാൻ കഴിയില്ലെന്നും വൈവിധ്യത്തോടു കൂടിയ മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമ്മുടേതെന്നും കാട്ടിക്കൊടുക്കാൻ വിദ്യാലയങ്ങളിൽ കഴിയണമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ അഭിപ്രായപ്പെട്ടു. പടന്ന ICT ഇംഗ്ലീഷ് സ്കൂൾ സീനിയർ സെക്കൻഡറി സമർപ്പണവും സയൻസ് ലാബ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പടന്ന ICT ഇംഗ്ലീഷ് സ്കൂൾ സീനിയർ സെക്കൻഡറി സമർപ്പണവും സയൻസ് ലാബ് ഉദ്ഘാടനവും നടന്നു. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ ചടങ്ങ് നിർവഹിച്ചു. ഭിന്നിപ്പിന്റെയും വേർതിരിക്കലിന്റെയും മാറിയ കാലഘട്ടത്തിൽ തങ്ങളെ വേർതിരിക്കാൻ കഴിയില്ലെന്നും വൈവിധ്യത്തോടു കൂടിയ മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമ്മുടേതെന്നും കാട്ടിക്കൊടുക്കാൻ വിദ്യാലയങ്ങളിൽ കഴിയണമെന്നും P. മുജീബ് റഹ്മാൻ പറഞ്ഞു. നടക്കുമ്പോൾ അങ്ങനെ ഞങ്ങളെ പുലർത്താൻ കഴിയില്ല, ഞങ്ങൾ എല്ലാ വൈവിധ്യത്തോടും കൂടി ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ നമ്മുടെ ക്ലാസ് റൂം പകർന്നു കൊടുക്കണമെന്നുള്ളതാണ്. ഈ ക്യാമ്പസിൽ നിന്നൊരു സാമുദായികവാദി ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു വർഗീയവാദി ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു എക്സ്ട്രീമിസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു സങ്കുചിതത്വവാദി ഉണ്ടാകാൻ പാടില്ല. ജാതിയുടെയും ജാതീയതയുടെയും വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ അപ്പുറത്ത് ആദ്യം നിന്റെ മക്കളാണ് മനുഷ്യൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട്. എൻ്റെ അടുത്തിരിക്കുന്ന ആദിവാസി ആയിരിക്കും അവൻ, ശരിയാവണ്ണം വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കില്ല അവൻ, ഒരുപക്ഷെ അവൻ്റെ വായിലെല്ലാം വെറ്റില മുറുക്കിയ ഒരുപാട് അതിൻ്റെ എല്ലാ ചുവപ്പും അവിടെ കാണുന്നുണ്ടാവും. പക്ഷെ ഞാൻ അറിയണം അയാളും എൻ്റെ സഹോദരിയാണ് എന്ന്.
ഒരു പക്ഷേ അവൻ മുസ്ലിമിന്റെ വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാകാം. ഞാൻ അറിയണം അയാളും എൻ്റെ സഹോദരനാണ് എന്ന്. നിങ്ങൾ അറിയില്ലേ? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൗദ പഠന എൻഡോവ്മെന്റ് പ്രഖ്യാപനവും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിർവഹിച്ചു. ICT ചെയർമാൻ VN ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ICT മുൻ ചെയർമാനും ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്ററുമായ ഹംസ അബ്ബാസ് മുഖ്യാതിഥിയായിരുന്നു. ICT വിദ്യാർത്ഥികൾ ഒരുക്കിയ ഡിജിറ്റൽ ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം UP സിദ്ദിഖ് മാസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം UP സിദ്ദിഖ് മാസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK മുഹമ്മദ് അഷ്റഫ്, ICT പ്രിൻസിപ്പൽ UC മുഹമ്മദ് സാദിഖ്, വൈസ് പ്രിൻസിപ്പൽ MKC ഇർഫാന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ വിവിധ മത്സര പരീക്ഷകളിലും കലാമത്സരങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ മൈതാനത്ത് ജനുവരി 14 വരെ വൈകുന്നേരം 6:30 മുതൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം ലീഗ് ബാങ്കോട് വാർഡ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ദുബായ് KMCC സംസ്ഥാന സെക്രട്ടറി യഹ്യ തളങ്കര ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പുതിയ കാസർഗോഡ് നഗരസഭയുടെ പുതിയ സാരഥികളെ അനുമോദിച്ചു. കാസർഗോഡ് നഗരസഭയിലെ മുസ്ലിം ലീഗ് 25 ബാങ്കോട് വാർഡ് ഓഫീസിന്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. പ്രൗഢമായ ചടങ്ങിൽ ദുബായ് KMCC സംസ്ഥാന സെക്രട്ടറി യഹ്യ തളങ്കര ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വോളിബോൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, ഖത്തർ KMCC ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ തളങ്കര, സമീർ ബെസ്റ്റ് ഗോൾഡ്, MH അബ്ദുൽ ഖാദർ, അസീസ് കാസിലൈൻ, ഇക്ബാൽ ബാങ്കോട്, ഹംസ SS, ഇബ്രാഹിം ബാങ്കോട്, PU അഹമ്മദ്, അബ്ദുൽ റഹ്മാൻ, മുസ്തഫ ബാങ്കോട്, മുഹമ്മദ് അലി, നാസർ കുന്നിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കാസർഗോഡ് നഗരസഭയുടെ പുതിയ സാരഥികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീമിനും വൈസ് ചെയർമാൻ KM ഹനീഫിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ കമാലിനുമാണ് അനുമോദനം നൽകിയത്. മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ഹനീഫ് പള്ളിക്കാൽ സ്വാഗതവും വാർഡ് കൗൺസിലർ ഷാഹിദ യൂസഫ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവും മാരക ലഹരിമരുന്നായ മെത്താഫെറ്റാമിനുമായി യുവാവ് പിടിയിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് റഫീഖിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മംഗളൂർ ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ 20 ഗ്രാം കഞ്ചാവും 1.79 ഗ്രാം മെത്തഫെറ്റാമിനും കൈവശം വച്ച് കടത്താൻ ശ്രമിച്ച നിലയിലാണ് മുഹമ്മദ് റഫീഖിനെ കൈയോടെ പിടികൂടിയത്. മഞ്ചേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര മഹോത്സവം 14 മുതൽ 17 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി കുമ്പള ചിരഞ്ജീവി ക്ലബിന്റെ 40ാം വാർഷിക പരിപാടികൾ വിപുലമായി നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക അതുപോലെ ആതുര സേവന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ജനമനസ്സുകളിൽ ശ്രദ്ധ നേടിയ ഒരു സംഘടനയാണ് കുമ്പള എന്ന് പറയുമ്പോൾ. ആൾക്കാർ ഇപ്പോൾ ചിരഞ്ജീവിയും ഒന്നിച്ചുകൂടി അറിയുന്ന രീതിക്കാണ് ചിരഞ്ജീവിയുടെ വളർച്ച. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ 40 വർഷമായി 36 വർഷം ആയിട്ട് കുമ്പള ഉത്സവത്തിൻ്റെ സമയത്ത്, വെടിയുത്സവത്തിൻ്റെ സമയത്ത് കേരള കർണാടകയിലെ പ്രഗത്ഭരായ ഗായികമാരെല്ലാം ചേർത്തിട്ട് വലിയൊരു സ്റ്റാർ നൈറ്റ് പോലത്തെ ഒരു പരിപാടി എല്ലാ വർഷവും നടത്തുന്നു. അത് കുമ്പള വെടിക്കെട്ട് ഉത്സവത്തിന് തന്നെ ഒരു പ്രത്യേക ഇത് നൽകുന്നതാണ്. അതുപോലെ ഈ വർഷം നമ്മൾ 2 ദിവസത്തെ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. കുമ്പള ഉത്സവത്തിന് 16-ഉം 17-ാം തീയതി 2 ദിവസം. ഇത് 40ാം വർഷമാണ്, റൂബി ജുബിലി എന്ന് പറയും. അപ്പോൾ 40ാം വർഷത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു നല്ല രീതിയിലുള്ള ഒരു സൊവനീർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 200 പേജോളം വലിയ സൊവനീർ. അതിൽ നമ്മളെ ക്ലബിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, നാട്ടിലെ സാമൂഹ്യ സ്ഥിതികൾ, കുമ്പളയുടെ പഴയകാല ചരിത്രം, ഇതെല്ലാം. അതിൻ്റെ കൂടെ കുമ്പളയിൽ നിന്നും ലോകത്തിൻ്റെ നാനാ തുറകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ബയോഗ്രഫി, ഒരുപാട് ആൾക്കാരുടെ ബയോഗ്രഫി, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് ഒരു സമഗ്രമായ ഒരു സോവനീർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് 16-ാം തീയതിയാണ്.
അപ്പോൾ ഇതുവരത്തെ പ്രവർത്തനത്തിൽ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാക്ഷരതാ യജ്ഞത്തിൻ്റെ കൂടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കാൻ വ്യായാമം, കായിക പരിശീലനം നൽകിക്കൊണ്ട് സജീവമായി ആരംഭം കുറിച്ച്, പിന്നെ ദുരിതത്തിൽ കഴിയുന്നവർക്ക് സഹായഹസ്തങ്ങൾ, കുണ്ടങ്കരടുക്ക ശ്മശാന വളപ്പിൽ പൊതുജനങ്ങൾക്കായി ഒരു സ്ഥിരം കെട്ടിടം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ചാരിറ്റി എന്ന നിലയിൽ മൃതദേഹം ദഹിപ്പിക്കാനായി ചിരട്ട ഉപയോഗിച്ചുള്ള സംവിധാനവും മൃതദേഹം കുളിപ്പിക്കുന്നതിന് ആധുനിക കർട്ടൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മൃതദേഹം സൂക്ഷിക്കുന്നതിന് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് ഒരു ഫ്രീസർ സംഭാവന നൽകിയിട്ടുണ്ട്. ചെറിയ തുക നൽകി ജനങ്ങൾ ഇത് ഉപയോഗിച്ചു വരുന്നു. കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നിലവിളക്കുകൾ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനു പുറമെ എല്ലാ വർഷവും കുമ്പള ഉത്സവത്തിൻ്റെ ഭാഗമായി കേരള കർണാടകത്തിലെ പ്രസിദ്ധരായ ഗായകന്മാരെയും സിനിമാ കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചുള്ള വമ്പൻ ഗാനമേള നടത്തിയിട്ടുണ്ട്. ചിരഞ്ജീവി ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണ ഗട്ടി, സെക്രട്ടറി പ്രജേഷ് ഗട്ടി, രവി നായിക്കാബ്, ഗോപി, വനിതാ സെക്രട്ടറി ചൈത്ര മഹേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ്, നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് മൈ ഭാരത്, വെള്ളിക്കോത്ത് തത്വമസി യോഗ സെന്റർ, NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പടന്നക്കാട് സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം ലഹരിക്കെതിരെ യുവജന സംഗമം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ, നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് മൈ ഭാരത്, വെള്ളിക്കോത്ത് തത്വമസി യോഗ സെന്റർ, NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പടന്നക്കാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം ലഹരിക്കെതിരെ യുവജന സംഗമം നടത്തി. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗ്രാൻഡിയോസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ പാതയിലൂടെ, നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് യുവതലമുറയാണ് നമുക്ക് ആവശ്യം. സ്വാമി വിവേകാനന്ദ ദിനമാണ് നമ്മൾ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതുവഴി പണ്ട് കടന്നുപോയി എന്നാണ് പറയുന്നത്, നടന്നുപോയി എന്നാണ്. നമ്മുടെ നാട്ടിലൂടെ അദ്ദേഹം നടന്നു പോയിട്ടുണ്ട് എന്ന് ഐതിഹ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. കന്യാകുമാരിയായി ലോകർണാന്തമായി തെരുവുവലപ്പുണിയുടെ അന്യോന്യമമ്പാശികൾ നീട്ടിവിട്ട കണ്ണേറ്റമേറ്റുകൊണ്ടൊരു നല്ല രാജ്യം കന്യാകുമാരി മുതൽ അദ്ദേഹം നടന്നിട്ടുണ്ട്. ഇന്നും കന്യാകുമാരി പോയ അദ്ദേഹത്തിന്റെ സ്മാരകം കാണാം. പക്ഷെ പോകെ കണ്ട കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇതെന്താ ഭ്രാന്താലയമാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം കണ്ട കാഴ്ചകൾ കണ്ടിട്ട് ഈ നാട്ടിനെ കൊണ്ട് അദ്ദേഹം ചോദിച്ചു പോകും, ഇതെന്താ ഭ്രാന്താലയമാണോ? പട്ടിക്ക് പോകാം, പഴുതാനക്ക് പോകാം, ആ വഴിയിലൂടെ മനുഷ്യന് നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥ കാണും. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് റീജ PV അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ ജിജേഷ് CP മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി വിവേകാനന്ദനും യുവജനങ്ങളും എന്ന വിഷയത്തിൽ സാഹിത്യകാരനും അധ്യാപകനുമായ ചന്ദ്രൻ മുട്ടത്ത് പ്രഭാഷണം നടത്തി. ജനമൈത്രി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി, PLV ബിന്ദു, NSS കോർഡിനേറ്റർമാരായ പവിത്ര, പ്രദീപ് K, കാർത്തിക് P, ശിവാനി എന്നിവർ സംസാരിച്ചു. തത്വമസി യോഗ സെന്റർ കോർഡിനേറ്റർ അശോക് രാജ് B സ്വാഗതവും NSS വോളണ്ടിയർ സെക്രട്ടറി ഹരികൃഷ്ണൻ M നന്ദിയും പറഞ്ഞു. സെമിനാറിൽ 100ഓളം NSS വോളണ്ടിയർമാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ക്ലബിന്റെ അന്തർദേശീയ ഹങ്കർ റിലീഫ് വാരാചരണത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് സമൂഹത്തിൽ യാതന അനുഭവിക്കുന്നവരെ സ്വാന്തനിപ്പിക്കുന്ന മലപ്പച്ചേരി മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള 130ഓളം അന്തേവാസികൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ നാസർ കൊളവയൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബിന്റെ അന്തർദേശീയ ഹങ്കർ റിലീഫ് വാരാചരണത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് സമൂഹത്തിൽ യാതന അനുഭവിക്കുന്നവരെ സാന്ത്വനിപ്പിക്കുന്ന മൽപ്പച്ചേരി മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള 130ഓളം അന്തേവാസികൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് N വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ നാസർ കൊളവയൽ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഒരു താങ്ങുന്നതുമായി സൗജന്യ ചികിത്സയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നന്നായി നടക്കുന്നത് പെൺകുട്ടികളുടെ പല ഉദാഹരണങ്ങളും ആരോഗ്യ സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്ലബ് മുൻ പ്രസിഡന്റ് T പത്മനാഭൻ, സെക്രട്ടറി K ശ്രീധരൻ, ട്രഷറർ ദിനേശൻ, അനിൽ മടിക്കെ എന്നിവർ സംസാരിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ സുസ്മിത M ചാക്കോ സ്വാഗതവും
ഷാമോൻ സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെ രണ്ടാം ദിനത്തിലും പ്രതിഷേധം ശക്തം. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. വീട്ടമ്മയുടെ ലൈംഗികാതിക്രമ പരാതി. CPM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയായ സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. 3.39 ഗ്രാം MDMA കടത്താൻ ശ്രമിച്ച 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. അനന്തപുരത്തെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം. ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിർമ്മിച്ച 2 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ബാങ്കോട് വാർഡ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. യഹ്യ തളങ്കര ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.